ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിലെ 13 ദിവസങ്ങൾ പിന്നിടുന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ നീര. വെറും 12 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 70 കോടിക്ക് അടുത്തേക്ക് കളക്ഷൻ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നീര എന്ന സിനിമയുടെ കളക്ഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ സിനിമാ പ്രേമികളെ മാത്രമല്ല, ഒപ്പം ലാലേട്ടന്റെ ആരാധകരെ മാത്രമല്ല, ലാലേട്ടന്റെ വിമർശകരെ പോലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 2019 മധ്യത്തോടെ ട്രാക്കിംഗ് കളക്ഷൻ സിസ്റ്റം വന്നതിന് ശേഷം ലാലേട്ടന്റെ ഒരു സിനിമ പോലും വലിയ രീതിയിൽ കളക്ഷൻ നേടിയെടുത്തിട്ടില്ല. 50-100 കോടി കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കളക്ഷൻ നേടിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ തന്റെ വിമർശകരെല്ലാം തന്നെ തീക്കനല്ല നിർത്തുന്ന രീതിയിലാണല്ലോ ലാലേട്ടന്റെ നേര് എന്ന ലോ ബഡ്ജറ്റ് കോർട്ട് റൂം ഡ്രാമ സിനിമ, 100% പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യാത്ത സിനിമ ഈ ലെവൽ കളക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതോടെ പലർക്കും മനസ്സിലായി കാണും, പുലിമുരുകന്റെയും ലൂസിഫറിന്റെയും കളക്ഷൻ ഒന്നും തന്നെ വെറുതെ അങ്ങോട്ട് തള്ളിവിടുന്ന കളക്ഷൻ അല്ല, അതിനെല്ലാം തന്നെ കൃത്യമായ ഡാറ്റയും രേഖയും എല്ലാം തന്നെ ഉണ്ട് എന്ന് പലരുടെയും എല്ലാം തന്നെ കമന്റുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്, ഇവരെല്ലാം തന്നെ 2016 ശേഷം ജനിച്ചവരാണോ എന്ന്. ആ മേഖലയിലേക്ക് ഇനി കൂടുതലായിട്ട് കടക്കുന്നില്ല, കാരണം ഇനിയും കേട്ടാൽ പാവം വിമർശകർക്ക് വിഷമമാക്കും. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, കണ്ണൂർ സ്ക്വാഡ്, ഭീഷ്മപർവം എന്നീ സിനിമകളുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ, ഒപ്പം ഫൈനൽ കേരള കളക്ഷൻ എല്ലാം തന്നെ ഇനി നേരെ മറികടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണല്ലോ നമ്മുടെ പ്രമുഖ വിമർശകർ. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളിലെ കണ്ണൂർ സ്ക്വാഡും ഭീഷ്മപർവമായിട്ട് ഒരിക്കലും നേരിനെ കമ്പയർ ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാകും, കണ്ണൂർ സ്ക്വാഡും ഭീഷ്മപർവവും ഈ ഉയർന്ന ടിക്കറ്റ് റേറ്റ് സാഹചര്യത്തിൽ നേടിയ ഈ 87-82 കോടി കളക്ഷൻ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ആ ലെവൽ കളക്ഷൻ നേടിയെടുത്താൽ മതിയോ? യഥാർത്ഥത്തിൽ 100 കോടിക്ക് മുകളിലെല്ലാം തന്നെ കളക്ഷൻ നേടിയെടുക്കേണ്ടതല്ലേ എന്ന്. നേരെ 13 ദിവസങ്ങൾ കൊണ്ടാണ് ഈ 70 കോടി റേഞ്ചിലേക്ക് കളക്ഷൻ എത്തിയത്. അതും സോളോ റിലീസ് അല്ല, സലാർ, ഡങ്കി, ക്ലാഷ് റിലീസ് ആണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അതേസമയം സോളോ റിലീസായിട്ട് എത്തിയ സിനിമകളാണ് ഭീഷ്മപർവവും കണ്ണൂർ സ്ക്വാഡും. ഒപ്പം തന്നെ അമൽ നീരത് മമ്മൂക്ക കോംബോ കൂടി ഒരുമിച്ച സിനിമയാണ് ഭീഷ്മപർവം. വമ്പൻ ഹൈപ്പ് നേരത്തെ നേടിയെടുത്ത സിനിമയാണ്. കണ്ണൂർ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ 50 ദിവസങ്ങൾ തിയേറ്റർ റൺ കിട്ടിയ സിനിമയാണ്. ഒപ്പം തന്നെ ബിഗ് ബഡ്ജറ്റ് ഇന്ത്യയെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മമ്മൂക്കയുടെ സ്റ്റാർഡം, ബോക്സ് ഓഫീസ് പവർ എല്ലാം തന്നെ വ്യക്തമായി കാണുമല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ ഭീഷ്മപർവമൊക്കെ താരതമ്യം ചെയ്യേണ്ടത് ലാലേട്ടന്റെ ലൂസിഫറിന്റെ കളക്ഷനുമായിട്ടാണ്. എന്നാൽ ലൂസിഫറിന്റെ റേഞ്ചിലേക്കൊന്നും തന്നെ ഭീഷ്മയ്ക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. നേരിന്റെ ഏറ്റവും പുതിയ നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കണ്ണൂർ സ്ക്വാഡ് ആ സിനിമയുടെ രണ്ടാമത്തെ തിങ്കളാഴ്ച നേടിയെടുത്തതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇപ്പോഴത്തെ നേരെ രണ്ടാമത്തെ തിങ്കളാഴ്ച നേടിയെടുത്തിരിക്കുകയാണ്. 1,05,00,000 കണ്ണൂർ സ്ക്വാഡിന്റെ രണ്ടാം തിങ്കൾ കളക്ഷൻ എങ്കിൽ നേരിൻ്റെത് 2,55,00,000. ഈ ഡിഫറൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും 50 ദിവസങ്ങൾ ഓടിയ കണ്ണൂർ സ്ക്വാഡിനേക്കാൾ എത്രത്തോളം വലിയൊരു ട്രെൻഡാണ് നേരുണ്ടാക്കിയിരിക്കുന്നത് എന്ന്. അതേസമയം ഭീഷ്മപർവത്തിന്റെ ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായ 4,10,00,000 കഴിഞ്ഞ ദിവസം നേരെ മറികടന്നിരുന്നു. ഇതിനിടയിലെ ഭീഷ്മപർവത്തിന്റെ ഫൈനൽ കേരള ട്രാക്കിംഗ് കളക്ഷൻ 29 കോടിക്ക് മുകളിലാണ്. അതും നേര് എന്ന സിനിമ ഇന്നോ നാളെയോ മറികടക്കുന്നതാണ്. കാത്തിരിക്കൂ നേരിന്റെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.